എല്ലാവർക്കും ക്വിസ് ആൻഡ് ഫാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് 2024 ജനുവരി 26 റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട ക്വിസ് മത്സരത്തിൽ ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ്. കൂടാതെ ഇത് റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട് അപ്ലോഡ് ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ആണിത്. ഇതിനു മുമ്പത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ട ഉടൻ തന്നെ ആ വീഡിയോ കൂടി ഒന്ന് കാണുക. മറ്റൊരു കാര്യം, ഈ വീഡിയോസിലെല്ലാം പറയുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് PDF ഫോർമാറ്റിൽ ലഭിക്കുവാനായി നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കൂടി ജോയിൻ ചെയ്യുക. അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. മറ്റെല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്കായിട്ട് ഒരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. അതിന്റെ ഉത്തരം ആദ്യം ആരാണോ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുന്നത് അവരെ അടുത്ത വീഡിയോയിൽ വിജയിയായി പ്രഖ്യാപിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യന്റെ വിജയി ആരാണെന്ന് നോക്കാം. കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു: സാരേ ജഹാംസെ അച്ച എന്ന് പറയുന്ന ഗാനം രചിച്ചത് ആരാണ്? മുഹമ്മദ് ഇക്ബാൽ എന്നാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം. അതായത് സാരേ ജഹാംസെ അച്ച എന്ന് പറയുന്ന ഗാനം രചിച്ചിരിക്കുന്നത് മുഹമ്മദ് ഇക്ബാൽ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഈ ഉത്തരം ആദ്യം കമന്റ് ചെയ്തത് ഷൈനിയയും ഫസില പൂന്താവനം എന്ന് പറയുന്ന അക്കൗണ്ടാണ്. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് ഈ വീഡിയോയിലെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഓരോ ചോദ്യവും വായിച്ച ശേഷവും തന്നിരിക്കുന്ന ടൈമറിനുള്ളിൽ നിങ്ങൾക്ക് ഉത്തരം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ജെയിംസ് മാഡിസൺ ആണ് അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ വീഡിയോയിലെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ കയ്യെഴുത്തു പ്രതി തയ്യാറാക്കിയത് ആരാണ്? പ്രേം ബിഹാരി റൈസാത്ത് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കയ്യെഴുത്തു പ്രതി തയ്യാറാക്കിയത്. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: ഏത് രാജ്യത്തു നിന്നാണ് ഇന്ത്യ ഭരണഘടനയുടെ ആമുഖം കടം എടുത്തിരിക്കുന്നത്? മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം അമേരിക്ക. നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്നറിയപ്പെടുന്നത് എന്താണ്? ഭരണഘടനയുടെ ആമുഖമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ വീഡിയോയിലെ അഞ്ചാമത്തെ ചോദ്യം ഇതാണ്: രാജ്യസഭാ അംഗം ആകാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ്? രാജ്യസഭാ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം 30 വയസ്സാണ്. ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി എത്ര വർഷമാണ്? രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. ഏഴാമത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യൻ ഭരണഘടനയുടെ താക്കോൽ എന്നറിയപ്പെടുന്നത് എന്താണ്? ഭരണഘടനയുടെ ആമുഖം തന്നെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ താക്കോൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എട്ടാമത്തെ ചോദ്യം ഇതാണ്: രാഷ്ട്രപതി ഭവൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എട്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം, അതായത് രാഷ്ട്രപതി ഭവൻ സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. ഒൻപതാമത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് ആരാണ്? ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഉത്തരം എല്ലാവരും ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ രവീന്ദ്രനാഥ ടാഗോർ ആണ് ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത്. അപ്പോൾ നമുക്കിനി ഈ വീഡിയോയിലെ 10ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ആരായിരുന്നു? പത്താമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അതായത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ. 11ാമത്തെ ചോദ്യം ഇതാണ്: ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനായി തെരഞ്ഞെടുത്തത് ആരെയാണ്?
11ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം സച്ചിനാനന്ദ സിൻഹ എന്ന് പറയുന്ന വ്യക്തിയെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനായി തിരഞ്ഞെടുത്തത്. വീഡിയോയിലെ 12ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. 12ാമത്തെ ചോദ്യം ഇതാണ്: ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി വനിതകൾ ആരൊക്കെയായിരുന്നു? ക്ഷായണി വേലായുധൻ, അമ്മു സ്വാമിനാഥൻ, ആനി മസ്ക്രീൻ എന്ന് പറയുന്ന 3 വനിതകളായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി വനിതകൾ. 13ാമത്തെ ചോദ്യം ഇതാണ്: ഭരണഘടനാ നിർമ്മാണ സഭയിലെ 15 വനിതകളിൽ മലയാളി വനിതകൾ എത്ര പേരായിരുന്നു? നമ്മുടെ നേരത്തെയുള്ള ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ 3 വനിതകളായിരുന്നു ഉണ്ടായിരുന്നത്. അവരുടെ പേരാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് 14ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഭരണഘടനാ നിർമ്മാണ സഭയിൽ വനിതകൾ എത്ര പേരുണ്ടായിരുന്നു? നമ്മുടെ 13ാമത്തെ ചോദ്യത്തിൽ തന്നെ ഈ 14ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമുണ്ട്. അപ്പോൾ അറിയാവുന്നവർ കമന്റ് ചെയ്യുക. ഭരണഘടനാ നിർമ്മാണ സഭയിൽ 15 വനിതകളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 3 മലയാളികളായിരുന്നു ഉണ്ടായിരുന്നത്. അവരുടെ പേരാണ് നമ്മൾ നേരത്തെയുള്ള ചോദ്യങ്ങളിൽ ഡിസ്കസ് ചെയ്തത്. ഈ വീഡിയോയിലെ 15ാമത്തെ ചോദ്യത്തിലേക്കാണ് കടക്കുന്നത്. റിപ്പബ്ലിക് ദിനത്തിൽ രാഷ്ട്രപതിക്ക് എത്ര ഗൺ സല്യൂട്ടുകളാണ് നൽകുന്നത്? പതിനഞ്ചാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം 21 ഗൺ സല്യൂട്ടുകളാണ് റിപ്പബ്ലിക് ദിനത്തിൽ രാഷ്ട്രപതിക്ക് നൽകുന്നത്. നമ്മുടെ തൊട്ട് മുമ്പുള്ള ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് അടുത്ത ചോദ്യം ചോദിക്കാവുന്നതാണ്. 16ാമത്തെ ചോദ്യം ഇതാണ്: റിപ്പബ്ലിക് ദിന പരേഡിൽ സല്യൂട്ട് സ്വീകരിക്കുന്നത് ആരാണ്? നമ്മുടെ 15ാമത്തെ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ രാഷ്ട്രപതിയാണ് റിപ്പബ്ലിക് ദിന പരേഡിൽ സല്യൂട്ട് സ്വീകരിക്കുന്നത്. ഈ വീഡിയോയിലെ അവസാനത്തെ ചോദ്യത്തിലേക്കാണ് കടക്കുന്നത്. ദേശീയ ഭരണഘടനാ ദിനം ആയി ആചരിക്കുന്നത് എന്നാണ്? അതായത് 17ാമത്തെ ചോദ്യമാണിത്. ദേശീയ ഭരണഘടനാ ദിനം ആയി ആചരിക്കുന്നത് എന്നാണ്? നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ നവംബർ 26-ാം തീയതിയാണ് ദേശീയ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത്. അതായത് 17ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം നവംബർ 26. അപ്പോൾ നമുക്കിനി ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം വായിച്ച ഉടൻ തന്നെ നിങ്ങൾ ഉത്തരം കമന്റ് ചെയ്യേണ്ടതാണ്. ആദ്യം കമന്റ് ചെയ്യുന്ന വ്യക്തികളെയാണ് നമ്മൾ വിന്നറായി പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഈ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ ഇതാണ്: ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ഇതാണ് ഈ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ. ഉത്തരം അറിയാവുന്നവർ പെട്ടെന്ന് തന്നെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. കൂടാതെ ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കൂടി ജോയിൻ ചെയ്യുക. ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.